അധ്യായം 48 അൽ ഫത്ഹ്. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 29. വിജയം എന്നാണ് ഫത്ഹിന്റെ ഭാഷാർത്ഥം. ഒന്നാം സൂക്തത്തിലാണ് പ്രസ്തുത പദമുള്ളത്. മറ്റധ്യായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന്റെ തലക്കെട്ട് ഉള്ളടക്കത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഹിജ്റ 6-ാം വർഷം നബി തിരുമേനിയും അനുയായികളും മക്കയിലെ ശത്രുക്കളുമായി ഹുദൈബിയ സന്ധിയിലേർപ്പെട്ട് തിരിച്ചുവരുമ്പോഴാണ് ഇത് അവതീർണമായത്. പ്രവാചകനും 1400 അനുയായികളും ഉംറ ഉദ്ദേശിച്ച് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടു. ശത്രുക്കൾ അവരെ തടഞ്ഞു, ഉംറ നിർവഹിക്കാൻ അനുവദിച്ചില്ല. അങ്ങനെ അടുത്ത വർഷം ഉംറ നിർവഹിക്കാമെന്ന വ്യവസ്ഥയിൽ അവരുമായി കരാറിലേർപ്പെട്ടു. ഹുദൈബിയ സന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസ്തുത കരാർ പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾക്കെതിരായ കരാറായിരുന്നു. അതിനാൽ അവർക്കത് മനപ്രയാസമുണ്ടാക്കി. ആ സന്ദർഭത്തിൽ സന്ധി ഒരു പരാജയമല്ലെന്നും വമ്പിച്ച വിജയത്തിലേക്ക് വഴിയൊരുക്കുന്നതാണെന്നുമുള്ള ആശയം സമർത്ഥിച്ച് അവതീർണമായവയാണ് ഇതിലെ സൂക്തങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിശ്ചയമായും നിനക്ക് നാം വ്യക്തമായ വിജയം നൽകിയിരിക്കുന്നു. നിന്റെ വന്നതും വരാനുള്ളതുമായ പിഴവുകളൊക്കെയും പൊറത്തുതരാനാണിത്. അല്ലാഹുവിന്റെ അനുഗ്രഹം നിനക്ക് തികവോടെ നിറവേറ്റിത്തരാനും നേരായ വഴിയിലൂടെ നിന്നെ നയിക്കാനും അന്തസ്സുറ്റ സഹായം നിനക്കേകാനും. അല്ലാഹുവാണ് സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ശാന്തി വർഷിച്ചത്. അതുവഴി അവരുടെ വിശ്വാസം ഒന്നുകൂടി വർദ്ധിക്കാനാണിത്. ആകാശഭൂമികളിലെ സൈന്യം അല്ലാഹുവിന്റേതാണ്. അല്ലാഹു സർവജ്ഞനും യുക്തിമാനുമല്ലോ. സത്യവിശ്വാസികളെയും വിശ്വാസിനികളെയും താഴ്ഭാഗത്തൂടെ ആറുകളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ നിത്യവാസികളായി പ്രവേശിപ്പിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവരിൽ നിന്ന് അവരുടെ പാപങ്ങൾ മായ്ച്ചു കളയാനും. അല്ലാഹുവിങ്കൽ ഇത് അതിമഹത്തായ വിജയം തന്നെ. കപടവിശ്വാസികളും ബഹുദൈവ വിശ്വാസികളുമായ സ്ത്രീ പുരുഷന്മാരെ ശിക്ഷിക്കാനുമാണിത്. അവർ അല്ലാഹുവെപ്പറ്റി ചീത്ത ധാരണകൾ വെച്ചു പുലർത്തുന്നവരാണ്. അവർക്കു ചുറ്റും തിന്മയുടെ വലയമുണ്ട്. അല്ലാഹു അവരോട് കോപിച്ചിരിക്കുന്നു, അവരെ ശപിക്കുകയും ചെയ്തിരിക്കുന്നു. അവർക്കായി നരകം ഒരുക്കിവച്ചിരിക്കുന്നു. അതെത്ര ചീത്ത സങ്കേതം! ആകാശഭൂമികളിലെ സൈന്യങ്ങൾ അല്ലാഹുവിന്റേതാണ്. അല്ലാഹു പ്രതാപിയും യുക്തിജ്ഞനുമാണ്. നിശ്ചയം നിന്നെ നാം സാക്ഷിയും സുവാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പ് നൽകുന്നവനുമായി നിയോഗിച്ചിരിക്കുന്നു. നിങ്ങൾ അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കാനാണിത്. നിങ്ങൾ അവനെ പിന്തുണക്കാനാണ്. അവനോട് ആദരവ് പ്രകടിപ്പിക്കാനും രാവിലെയും വൈകുന്നേരവും അവന്റെ മഹത്വം കീർത്തിക്കാനും. നിശ്ചയമായും നിന്നോട് പ്രതിജ്ഞ ചെയ്യുന്നവർ അല്ലാഹുവോട് തന്നെയാണ് പ്രതിജ്ഞ ചെയ്യുന്നത്. അവരുടെ കൈകൾക്കുമീതെ അല്ലാഹുവിന്റെ കൈയാണുള്ളത്. അതിനാൽ ആരെങ്കിലും അത് ലംഘിക്കുന്നുവെങ്കിൽ അതിന്റെ ദുഷ്ഫലം അവനു തന്നെയാണ്. അല്ലാഹുവുമായി ചെയ്ത പ്രതിജ്ഞ പൂർത്തീകരിക്കുന്നവന് അവൻ അതിമഹത്തായ പ്രതിഫലം നൽകും. മാറി നിന്ന ഗ്രാമീണ അറബികൾ നിന്നോട് പറയും, ഞങ്ങളുടെ സ്വത്തും സ്വന്തക്കാരും ഞങ്ങളെ ജോലിത്തിരക്കുകളിലകപ്പെടുത്തി. അതിനാൽ താങ്കൾ ഞങ്ങളുടെ പാപം പൊറുക്കാൻ പ്രാർത്ഥിക്കുക. അവരുടെ മനസ്സുകളിലില്ലാത്തതാണ് നാവുകൊണ്ട് അവർ പറയുന്നത്. ചോദിക്കുക, അല്ലാഹു നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവമോ ഉപകാരമോ വരുത്താൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾക്കുവേണ്ടി അവയെ തടയാൻ കഴിവുറ്റ ആരുണ്ട്? നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവയെപ്പറ്റി നന്നായി അറിയുന്നവനാണ് അല്ലാഹു. എന്നാൽ സംഗതി അതല്ല. ദൈവദൂതനും സത്യവിശ്വാസികളും തങ്ങളുടെ കുടുംബങ്ങളിൽ ഒരിക്കലും തിരിച്ചെത്തില്ലെന്നാണ് നിങ്ങൾ കരുതിയത്. ആ തോന്നൽ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഹരമായി തീരുകയും ചെയ്തു. നന്നേ നീചമായ വിചാരമാണ് നിങ്ങൾ വെച്ചു പുലർത്തിയത്. നിങ്ങൾ തീർത്തും തുലഞ്ഞ ജനം തന്നെ. അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കാത്ത സത്യനിഷേധികൾക്ക് നാം കത്തിക്കാളും നരകത്തീ ഒരുക്കിയിരിക്കുന്നു.
ആകാശഭൂമികളുടെ ആധിപത്യം അല്ലാഹുവിനാണ്. അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ പൊറുത്തുകൊടുക്കും. അവൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യും. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനും തന്നെ. നിങ്ങൾ യുദ്ധമുതലുകൾ ശേഖരിക്കാൻ പുറപ്പെടുമ്പോൾ യുദ്ധം ചെയ്യാതെ മാറി നിന്നവർ പറയും, ഞങ്ങളെ വിട്ടേക്കൂ, ഞങ്ങളും നിങ്ങളുടെ കൂടെ വരട്ടെ. ദൈവവചനങ്ങളെ മാറ്റിമറിക്കാനാണ് അവരാഗ്രഹിക്കുന്നത്. പറയുക, നിങ്ങൾക്കൊരിക്കലും ഞങ്ങളോടൊത്തു വരാനാവില്ല. അല്ലാഹു നേരത്തെ തന്നെ അത് പറഞ്ഞറിയിച്ചിട്ടുണ്ട്. അപ്പോഴവർ പറയും, അല്ല, നിങ്ങൾ ഞങ്ങളോട് അസൂയ കാട്ടുകയാണ്. എന്നാൽ അവരൊന്നും മനസ്സിലാക്കുന്നില്ലെന്നതാണ് വസ്തുത, നന്നേ കുറച്ചല്ലാതെ. യുദ്ധത്തിൽ നിന്ന് വിട്ടുനിന്ന് മരുഭൂവാസികളായ അറബികളോട് പറയുക, കഠിനമായ ആക്രമണശേഷിയുള്ള ജനത്തെ നേരിടാൻ നിങ്ങൾക്ക് ആഹ്വാനം ലഭിക്കും. അവർ കീഴടങ്ങും വരെ നിങ്ങൾ അവരോട് പൊരുതേണ്ടിവരും. ആ ആഹ്വാനം നിങ്ങൾ അനുസരിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് അതിമഹത്തായ പ്രതിഫലം നൽകും. അഥവാ നേരത്തെ നിങ്ങൾ പിന്തിരിഞ്ഞ പോലെ പിന്മാറുന്ന പക്ഷം നിങ്ങളെ അവൻ ശിക്ഷിക്കും, വേദനയേറും ശിക്ഷ. കുരുടന് കുറ്റമില്ല, മുടന്തനും കുറ്റമില്ല, രോഗിക്കും കുറ്റമില്ല. അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നവനെ അവൻ താഴ്ഭാഗത്തൂടെ ആറുകളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ പ്രവേശിപ്പിക്കും. പുറംതിരിഞ്ഞു മാറി നിൽക്കുന്നവനെ വേദനയേറിയ ശിക്ഷയ്ക്കിരയാക്കുകയും ചെയ്യും. മരച്ചുവട്ടിൽ വെച്ച് സത്യവിശ്വാസികൾ നിന്നോട് പ്രതിജ്ഞ ചെയ്ത വേളയിൽ ഉറപ്പായും അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ ഹൃദയങ്ങളിലുള്ളത് അല്ലാഹു തിരിച്ചറിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവൻ അവർക്ക് മനസ്സമാധാനമേകി ആസന്നമായ വിജയം വഴി പ്രതിഫലം നൽകുകയും ചെയ്തു. അവർക്കെടുക്കാൻ ഒട്ടേറെ യുദ്ധമുതലുകളും അവനേകി. അല്ലാഹു പ്രതാപിയും യുക്തിജ്ഞനും തന്നെ. നിങ്ങൾക്കെടുക്കുവാൻ ധാരാളം സമരാർജിത സമ്പത്ത് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്നാൽ ഇത് അല്ലാഹു നിങ്ങൾക്ക് മുൻകൂട്ടി തന്നെ തന്നിരിക്കുന്നു. നിങ്ങളിൽ നിന്ന് ജനത്തിന്റെ കൈകളെ അവൻ തടഞ്ഞു നിർത്തുകയും ചെയ്തിരിക്കുന്നു. സത്യവിശ്വാസികൾക്കൊരടയാളമാകാനാണിത്, നിങ്ങളെ നേർവഴിയിൽ നയിക്കാനും. നിങ്ങൾക്ക് കൈവരിക്കാനായിട്ടില്ലാത്ത മറ്റു നേട്ടങ്ങളും അവൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു. അവയെയൊക്കെ അല്ലാഹു വലയം ചെയ്തു വെച്ചിരിക്കുകയാണ്. അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുറ്റവൻ തന്നെ. സത്യനിഷേധികൾ നിങ്ങളോട് യുദ്ധം ചെയ്തിരുന്നുവെങ്കിൽ അവർ പിന്തിരിഞ്ഞോടുമായിരുന്നു. പിന്നെ അവർക്കൊരു രക്ഷകനെയോ സഹായിയെയോ കണ്ടെത്താനാവില്ല. മുമ്പ് മുതലേ നടന്നുവരുന്ന അല്ലാഹുവിന്റെ നടപടിക്രമമാണിത്. അല്ലാഹുവിന്റെ നടപടിക്രമങ്ങളിൽ ഒരു മാറ്റവും നിനക്ക് കാണാനാവില്ല. മക്കയുടെ താഴ്വാരത്ത് വെച്ച് അവരുടെ കൈകളെ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ കൈകളെ അവരിൽ നിന്നും തടഞ്ഞു നിർത്തിയത് അല്ലാഹുവാണ്. അവൻ അവർക്കെതിരെ നിങ്ങൾക്ക് വിജയമരുളിക്കഴിഞ്ഞിരിക്കെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം കണ്ടറിയുന്നവനാണ് അല്ലാഹു. മക്കയിലുണ്ടായിരുന്നവർ സത്യത്തെ തള്ളിപ്പറഞ്ഞവരായിരുന്നു. നിങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് വിലക്കിയവരും ബലിമൃഗങ്ങളെ നിശ്ചിത സ്ഥലത്തെത്താൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തിയവരും. സത്യവിശ്വാസികളെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ചില സ്ത്രീ പുരുഷന്മാരെ നിങ്ങൾ ചവിട്ടിമെതിക്കാനും അങ്ങനെ കാര്യമറിയാതെ അവർ കാരണമായി നിങ്ങൾ തെറ്റിലകപ്പെടാനും സാധ്യതയില്ലായിരുന്നുവെങ്കിൽ അല്ലാഹു അങ്ങനെ ചെയ്യുമായിരുന്നില്ല. അല്ലാഹു താനിച്ഛിക്കുന്നവരെ തന്റെ അനുഗ്രഹത്തിൽ ഉൾപ്പെടുത്താനാണിത്. അവർ വെവ്വേറെയാണ് വസിച്ചിരുന്നതെങ്കിൽ അവരിലെ സത്യനിഷേധികൾക്കു നാം വേദനയേറിയ ശിക്ഷ നൽകുമായിരുന്നു. സത്യനിഷേധികൾ തങ്ങളുടെ മനസ്സുകളിൽ അനിസ്ലാമിക കാലത്തെ പക്ഷപാതിത്വ ദുരഭിമാനം പുലർത്തിയപ്പോൾ അല്ലാഹു തന്റെ ദൂതനും വിശ്വാസികൾക്കും മനഃശാന്തിയേകി. സൂക്ഷ്മത പാലിക്കാനുള്ള കൽപ്പന പുൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്തു. അതംഗീകരിക്കാൻ ഏറ്റവും അർഹരും അതിന്റെ അവകാശികളും അവർ തന്നെ. അല്ലാഹു എല്ലാ കാര്യങ്ങളും നന്നായി അറിയുന്നവനാണ്. അല്ലാഹു തന്റെ ദൂതന് സത്യനിഷ്ഠമായ സ്വപ്നം കാണിക്കുകയും
അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾ നിർഭയരായി തലമുണ്ഡനം ചെയ്തും മുടിവെട്ടിയും ഒന്നും പേടിക്കാതെ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. തീർച്ച നിങ്ങൾ അറിയാത്തത് അവൻ അറിഞ്ഞു. അതിനാൽ ഇതുകൂടാതെ തൊട്ടുടനെ തന്നെ അവൻ നിങ്ങൾക്ക് മഹത്തായ വിജയം നൽകി. സന്മാർഗവും സത്യവ്യവസ്ഥയുമായി തന്റെ ദൂതനെ നിയോഗിച്ചത് അവനാണ്. മറ്റെല്ലാ വ്യവസ്ഥകളെക്കാളും അതിനെ വിജയിപ്പിക്കാനാണിത്. ഇതിനൊക്കെ സാക്ഷിയായി അല്ലാഹു മതി. മുഹമ്മദ് ദൈവദൂതനാണ്. അവനോടൊപ്പമുള്ളവർ സത്യനിഷേധികളോട് കാർക്കശ്യം കാണിക്കുന്നവരാണ്, പരസ്പരം കാരുണ്യത്തോടെ പെരുമാറുന്നവരും. അല്ലാഹുവിന്റെ അനുഗ്രഹവും പ്രീതിയും പ്രതീക്ഷിച്ച് അവർ നമിക്കുന്നതും സുജൂദ് ചെയ്യുന്നതും നിനക്കു കാണാം. സുജൂദിന്റെ പാടുകൾ അവരുടെ മുഖങ്ങളിലുണ്ട്. ഇതാണ് തൗറാത്തിൽ അവരുടെ വർണ്ണന. ഇഞ്ചീലിലെ അവരുടെ ഉപമയോ അത് ഇவ்விധമത്രേ. ഒരു വിള, അത് അതിന്റെ കൂമ്പ് വെളിവാക്കി, പിന്നെ അതിനെ പുഷ്ടിപ്പെടുത്തി. അങ്ങനെ അത് കരുത്തു നേടി. അത് കർഷകരിൽ കൗതുകമുണർത്തി അതിന്റെ കാണ്ഡത്തിൽ നിവർന്നു നിൽക്കുന്നു. ഇതേപോലെ വിശ്വാസികളുടെ വളർച്ച സത്യനിഷേധികളെ രോഷം കൊള്ളിക്കുന്നു. അവരിലെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അല്ലാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും വാഗ്ദാനം നൽകിയിരിക്കുന്നു.